ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത് കേവലം ഒരു കോടീശ്വരന്റെ പതനമായിട്ടല്ല, മറിച്ച് അധികാരവും പണവും ഉപയോഗിച്ച് രൂപപ്പെടുത്തിയെടുത്ത ക്രൂരമായ ഒരു ലൈംഗിക ചൂഷണ ശൃംഖലയുടെ പര്യായമായിട്ടാണ്. ഈ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി അതിജീവിതയായ റീന ഓ രംഗത്തെത്തിയിരിക്കുന്നത് ലോകത്തെ വീണ്ടും നടുക്കിയിരിക്കുകയാണ്. പ്രിൻസ് ആൻഡ്രൂവിന്റെ മൗണ്ട് ബാറ്റൺ അറസ്റ്റിന് പിന്നാലെ റീന നടത്തിയ തുറന്നു പറച്ചിലുകൾ ഈ കേസിന്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളിലേക്കും അണിയറയിൽ പ്രവർത്തിച്ച ഉന്നതരിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. റീന ഓ എന്ന അതിജീവിതയുടെ ജീവിതം എപ്സ്റ്റീൻ എന്ന വേട്ടക്കാരന്റെ കൈകളിൽ എപ്രകാരമാണ് തകർന്നതെന്നും ആ നരകതുല്യമായ നാളുകളിൽ നിന്നും അവർ എങ്ങനെ അതിജീവനം നടത്തിയെന്നും വിശദമായി നോക്കാം. 1990കളുടെ അവസാനത്തിലാണ് റീനയുടെ ജീവിതത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് ഒരു കറുത്ത നിഴലായി പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് റീനയ്ക്ക് വെറും 21 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കലയോടുള്ള അഭിനിവേശവും ഉപരിപഠനത്തിനായുള്ള ദാഹവും ഒത്തുചേർന്ന ഒരു സാധാരണ ആർട്ട് വിദ്യാർത്ഥിയായിരുന്നു അവർ. അക്കാലത്താണ് വിദ്യാഭ്യാസത്തിനായി സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്തുകൊണ്ട് എപ്സ്റ്റീൻ അവരെ സമീപിക്കുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ തന്റെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ നിലച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന റീനയ്ക്ക് ലോകത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയുടെ സഹായ വാഗ്ദാനം വലിയൊരു ഭാഗ്യമായിട്ടാണ് അന്ന് തോന്നിയത്. എന്നാൽ അത് തന്റെ ജീവിതം തകർക്കാനുള്ള കെണിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. എപ്സ്റ്റീന്റെ കുപ്രസിദ്ധമായ ഫ്ലോറിഡ എസ്റ്റേറ്റിലേക്ക് എത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. പഠനത്തിനുള്ള സഹായം എന്നതിൽ നിന്ന് മാറി എപ്സ്റ്റീന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വഴങ്ങിക്കൊടുക്കാനുള്ള സമ്മർദ്ദമാണ് പിന്നീട് ഉണ്ടായത്. റീന അതിന് തയ്യാറാകാതിരുന്നപ്പോൾ അയാൾ തന്റെ തനിനിറം പുറത്തെടുത്തു. വാഗ്ദാനം ചെയ്ത സ്കോളർഷിപ്പ് തുക പിൻവലിക്കുകയും അവരെ മാനസികമായി തകർക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. റീനയുടെ വെളിപ്പെടുത്തൽ പ്രകാരം എപ്സ്റ്റീൻ വെറും ഒരു ശാരീരിക ചൂഷകൻ മാത്രമായിരുന്നില്ല, ഇരകളുടെ ആത്മവിശ്വാസം തകർത്ത് അവരെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാക്കുന്ന സൈക്കോളജിക്കൽ മാനിപ്പുലേറ്റർ കൂടിയായിരുന്നു അയാൾ. എനിക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ മാർഗമില്ലായിരുന്നു. കയ്യിൽ പണമില്ല, വാഹനമില്ല. ആരോടെങ്കിലും പറഞ്ഞാൽ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയെന്ന് റീന ഓർത്തെടുക്കുന്നുണ്ട്. ഫ്ലോറിഡയിലെ എപ്സ്റ്റീന്റെ എസ്റ്റേറ്റ് ലോകത്തിന് മുന്നിൽ ഒരു ആഡംബര വസതിയായിരുന്നു. എന്നാൽ അതിനുള്ളിലെ മസാജ് റൂമുകളിൽ നടന്നിരുന്നത് തികച്ചും അസ്വാഭാവികമായ കാര്യങ്ങളായിരുന്നുവെന്ന് റീന വെളിപ്പെടുത്തി. പ്രമുഖരും അതിസമ്പന്നരും രാഷ്ട്രീയ നേതാക്കളും അവിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. മസാജിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും ചൂഷണം ചെയ്തിരുന്ന വലിയൊരു ശൃംഖല അവിടെ പ്രവർത്തിച്ചിരുന്നുവെന്ന് റീന തന്റെ അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒറ്റപ്പെട്ട ആ എസ്റ്റേറ്റിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ കാലഘട്ടമായിരുന്നുവെന്ന് അവർ പറയുന്നുമുണ്ട്. പണവും സ്വാധീനവുമുള്ള ഒരാൾക്ക് നിയമത്തെയും നീതിയെയും എങ്ങനെ നിസ്സാരമായി കാണാൻ സാധിക്കുമെന്ന് റീന അവിടെ നേരിട്ട് കണ്ടു. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ പ്രിൻസ് ആൻഡ്രൂവിന്റെ അറസ്റ്റ് ഈ കേസിൽ വലിയൊരു വഴിത്തിരിവായാണ് കാണപ്പെടുന്നത്. വർഷങ്ങളോളം അധികാരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നവർ പോലും നിയമത്തിന് മുന്നിൽ വരുന്നു എന്നത് റീനയെ പോലുള്ള അതിജീവിതകൾക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. എന്നാൽ ഇത് നീതിയിലേക്കുള്ള ആദ്യ പടി മാത്രമാണെന്ന് റീന ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. എപ്സ്റ്റീന്റെ കുപ്രസിദ്ധമായ ഫയലുകളിൽ ലോകത്തെ പ്രമുഖരായ ശതകോടീശ്വരന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകളുണ്ട്. ഈ വ്യക്തികളെല്ലാം വിചാരണ നേരിടണമെന്നാണ് റീനയുടെ ശക്തമായ ആവശ്യം. അവർക്ക് ലഭിക്കുന്ന നീതികേട് സമൂഹത്തിന് നൽകുന്ന സന്ദേശം തെറ്റാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും റീന ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എപ്സ്റ്റീന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ട്രംപിന് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നും പലപ്പോഴും ട്രംപിന്റെ പേര് എപ്സ്റ്റീന്റെ ഫയലുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. ഈ കേസിൽ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴി നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ പോലും ഇത്തരമൊരു അധാർമിക ശൃംഖലയുമായി സഹകരിച്ചിരുന്നു എന്നത് ലോകത്തെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ലൈംഗിക പീഡന കേസുകളിൽ ശരീരം അനുഭവിക്കുന്ന വേദനയേക്കാൾ വലുതാണ് മനസ്സിനുണ്ടാകുന്ന മുറിവുകൾ. എപ്സ്റ്റീൻ കേവലം ശാരീരികമായല്ല, മറിച്ച് വൈകാരികമായും മാനസികമായും ഇരകളെ തകർക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഇതിൽ നിന്ന് മുക്തമാകാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവരുമെന്ന് റീന വേദനയോടെ പറയുന്നുമുണ്ട്. താൻ ഇന്നും ആ ആഘാതങ്ങളിൽ നിന്നും പൂർണ്ണമായി പുറത്തു കടന്നിട്ടില്ലെന്നും എന്നാൽ ലോകത്തോട് സത്യം വിളിച്ചു പറയുക എന്നത് തന്റെ കടമയാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. റീന ഓ എന്ന അതിജീവിതയുടെ വെളിപ്പെടുത്തലുകൾ ജെഫ്രി എപ്സ്റ്റീൻ കേസിനെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. അധികാരവും പണവും ഉണ്ടെങ്കിൽ ആരെയും എന്തിനേയും കീഴ്പ്പെടുത്താമെന്ന ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് പ്രിൻസ് ആൻഡ്രൂവിന്റെ അറസ്റ്റും റീനയുടെ തുറന്നു പറച്ചിലുകളും. നീതിക്ക് വേണ്ടി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും എല്ലാ കുറ്റവാളികളും അർഹമായ ശിക്ഷ അനുഭവിക്കുന്നത് വരെ തന്റെ പോരാട്ടം തുടരുമെന്നും റീന വ്യക്തമാക്കുന്നുണ്ട്. ലോകം ഉറ്റുനോക്കുന്നത് ഇനി ആ ഫയലുകളിലെ മറ്റ് പേരുകളിലേക്കാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഒളിച്ചിരിക്കുന്ന വേട്ടക്കാർക്ക് ഇനി സ്വൈര്യമായി ഉറങ്ങാൻ കഴിയില്ലെന്ന വലിയ സന്ദേശമാണ് റീനയുടെ ഈ ധീരമായ വെളിപ്പെടുത്തൽ നൽകുന്നത്.